സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ നാട്ടിലുള്ളത് പഴശ്ശിയിൽ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. ഞാനും എൻ്റെ സുഹൃത്തുമുണ്ട്, പിന്നെ സിയാദും. അപ്പോൾ നമ്മളെ വൈകുന്നേരം സമയമാണ്, ഇപ്പോൾ സമയം 5:30 മണിയായി. അപ്പോൾ നമ്മളെ ഈ നാടും പിന്നെ കുറച്ച് വയലും നമ്മൾ ചെറുപ്പത്തിൽ നടന്നു പോയ സ്കൂളിലേക്ക് നടന്നു പോയ കുറച്ച് വഴികളെല്ലാം കാണിച്ചു തരാം. അങ്ങനത്തെ ചെറിയൊരു വീഡിയോ ആണ്, കാണിച്ചു തരാം നിങ്ങൾക്ക്. നാമ മണിയെങ്കിലെ പാലം അന്നാമിക. ഹായ് ഹായ്. നമ്മളെ സുഹൃത്ത് സരിയും പിന്നെ ചന്ദ്രടനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മണിയെങ്കിലെ പാലം എന്ന് പറയും. നമ്മളെ പഴശ്ശിയിൽ മണിയെങ്കിലെ പാലം. ഇതെല്ലാം വയലാണ്. നല്ല മഴ പെയ്താൽ ഇവിടെയെല്ലാം വെള്ളം കയറും കേട്ടോ. പണ്ടെല്ലാം ഇഷ്ടംപോലെ. ഇപ്രാവശ്യം വെള്ളം കയറിന് 2 ദിവസം. ഇതാ ഒരു വിമാനം പോകുന്നുണ്ട്, കാണിച്ചു തരാം. നമ്മളെ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് പോകുന്നതാണ്. ഇത് വഴിയാണ് നമ്മൾ പണ്ട് സ്കൂളിലേക്ക് പോക്ക്, പഴശ്ശി LP സ്കൂളിലേക്ക്. മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടന്നു പോകാൻ. പക്ഷേങ്കിൽ ഇപ്പോൾ അങ്ങനെ നടന്നു പോക്കെല്ലാം കുറവ് തന്നെയാണ് കുട്ടികൾ. ഇപ്പോൾ സ്കൂൾ ബസ് ഉണ്ടല്ലോ, എല്ലാ സ്കൂളിലും ബസ്സായല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ മണിയെങ്കിലെ പാലം, പഴശ്ശിയിലേക്കുള്ള റോഡ്. നല്ല അതിസുന്ദരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. നല്ല കാറ്റാണ് ഇവിടെ വൈകുന്നേരം വന്നാൽ. എന്താ രസമാണെന്ന് അറിയാം. ഇതിലൂടെല്ലാം നമ്മളെ ചെറുപ്പത്തിൽ സഞ്ചാരം നടന്നിട്ട് പോകുന്ന ഏരിയ ആണ് ഇതെല്ലാം. ഇപ്പോൾ ഈ റോഡ് നേരെ പോയാൽ നമ്മളെ കിട്ടാട്ടൻ്റെ വീട് എത്തും. അവിടുന്ന് ലെഫ്റ്റ് പോയാൽ പൊറോളം, കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് അങ്ങനെ പോവാം. പിന്നെ അവിടുന്ന് റൈറ്റ് പോയാൽ ഈ കിട്ടാട്ടൻ്റെ വീട് നിന്ന് റൈറ്റ് പോയാൽ കടൂർ, മയ്യിൽ, കണ്ണൂരേക്ക് അങ്ങനെയെല്ലാം പോവാം. ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷം. ഇത് നമ്മളെ പള്ളി ക്വാർട്ടേഴ്സാണ് ആ കാണുന്നത്. അപ്പുറലുള്ളത് നമ്മളെ ചങ്ങായിമാരുടെ വീടും കാര്യമെല്ലാം. ഓക്കെ, നമ്മളെ നാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ പറയണേ, കമൻറ്റ് ചെയ്യുക എല്ലാവരും. ഇതിലേ പോയാൽ നേരെ 8ലേക്ക് എത്തും. 8 എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട്, മൈൽ 8-ാം മൈലെത്തും ഇതിലേ പോയാൽ. ഇവിടെയാണ് നമ്മൾ മഴക്ക് മുന്നേ നമ്മൾ ഇവിടുന്ന് ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമായത്. ഇപ്പം ഫുള്ള് ചളിയായിട്ടുണ്ട്. നല്ല അടിപൊളി. ഈ വയലിൽ നിന്ന് കളിക്കാൻ പ്രത്യേക ഒരു സുഖമാണ്. അത് കളിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവും. സുഖം എന്ന് പറഞ്ഞാൽ അത് ടർഫ് കളിക്കുമ്പോൾ വലിയ ഗ്രൗണ്ട് കളിക്കുമ്പോൾ കിട്ടൂല. നല്ല സുഖമാണ്. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ പൊതുവേ നമ്മളെ ചെറുപ്പത്തിൽ ഒരുപാട് കളിച്ചു. ഇപ്പം പൊതുവേ കുട്ടികൾ ഈ ഗ്രൗണ്ടിൽ നിന്നെല്ലാം കളിക്കുന്നത് കുറവാണ്. ഇപ്പം എല്ലാവരും മൊബൈലിൻ്റെ മുകളിലാണല്ലോ, അതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ ഷംസുവിൻ്റെ വണ്ടി തേടിയുണ്ട്. നിലാമുറ്റം എന്നാണ് ഇതിൻ്റെ പേര്. പോയി കാണാൻ പോകാൻ പണി നടക്കാൻ അവിടെ വണ്ടി പോകും.